കാൽപന്തുകളിയുടെ കലാശ പോരാട്ടം കാണാൻ ഈ മൈതാനത്ത് തടിച്ചുകൂടിയ ജലലക്ഷ സാഗരങ്ങളെ സാക്ഷിയാക്കി മഞ്ഞപ്പടയുടെ സാരഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. അഭ്യാസമുറ കൊണ്ടും ആയുധബലം കൊണ്ടും ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ എന്ന് ആർത്തിരമ്പിക്കൊണ്ട് കുതിച്ചു പാഞ്ഞു വരുന്നിതാ നോർദമിൻ്റെ സ്വന്തം ഡോക്ടർ എബ്രഹാം ഖുറേഷി. അതാ ഇടതുവശത്ത് കണ്ണൂരിൻ്റെ മാനസപുത്രൻ ജിറ്റോ ജോൺ. ചീറിപ്പാഞ്ഞു വരുന്ന വെടിയുണ്ടകൾക്കും ബോംബിനും മധ്യത്തിലൂടെ നെഞ്ചും വിരിച്ചു പാഞ്ഞു വരുന്ന പടക്കുതിര. അതാ തൊട്ടപ്പുറത്ത് ഡിഫൻഡ് ചെയ്യാൻ ഓടിയെടുക്കുന്നു ബേസിൽ. സിനിമാ നടൻ ബേസിലല്ല, ഇത് UK-യിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിച്ചിരുന്ന ബേസിൽ. തൊട്ടപ്പുറത്തൂടെ ചീറിപ്പാഞ്ഞു വരുന്നു നോർദമിൻ്റെ സ്വന്തം മെസ്സി എന്നറിയപ്പെടുന്ന ജെയ്ഡൻ. അതാ അങ്ങ് ദൂരെ ഗോൾ പോസ്റ്റിൽ ചാരി നിൽക്കുന്നു നമ്മുടെ സ്വന്തം ശങ്കരാചാര്യരുടെ നാടായ കാരടിയിൽ നിന്നും വന്ന നോർദമിൻ്റെ സ്വന്തം മുത്ത് എന്നറിയപ്പെടുന്ന ജംറാജ്. വലതു വിങ്ങിലൂടെ പോർക്കളത്തിലേക്കെത്തുന്നു സുബിൻ ഡാനിയേൽ. ശ്വാസമടക്കി പിടിച്ച് സോച്ചി. പോർച്ചുഗൽ ട്രെയിലിംഗ് 2-3. റൊണാൾഡോ, നിങ്ങളിത് കാണുക. എങ്ങനെ ഇരിക്കണം? ലെസ്ലിയിലേക്ക് അത് ആ ഒരു പാസ് ടാക്കിൾ ചെയ്ത് ലോങ് റേഞ്ചിൽ ആ ഒരു മനോഹര ഷോട്ട്. ചിൽഡ്രൻസ് ഫുട്ബോൾ ക്ലബ്ബാണ് സർ. എടാ ബോൾ ക്യൂ നെയ് പകർത്താ. എടാ ഒന്ന് ടാക്കിൾ ചെയ്യടാ. ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ പ്രൊഫഷണലി ഫുട്ബോൾ കോച്ചിങ് കൊടുക്കുന്ന കടവന്ത്രയിലെ ഏക സ്ഥാപനമാണ് സർ തമ്പി FC. തമ്പി വിശക്കുന്നു. ഗുഡ്, ജയിക്കാനുള്ള വിശപ്പ് അല്ലേ? ഇവിടെയൊന്നിനും ഇല്ല മാറ്റം, തോറ്റുകൊണ്ടിരിക്കും നമ്മൾ എത്ര പ്രാവശ്യം. ഒരാള് ഗോൾ അടിച്ച പോസ്റ്റിൽ കയറി പിന്നെയും ഗോൾ അടിക്കരുത്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഗോളില്ലാത്ത പോസ്റ്റ് കയറി വെറുതെ ഗോൾ അടിക്കാതെ. ഞാനൊരു ഗോൾ അടിച്ചോട്ടടാ. മോന് 10-ാം നമ്പർ ജേഴ്സിയുടെ പ്രത്യേകത അറിയോ? പഠിച്ചോന്റെ നമ്പർ അല്ലേ? ഏതൊക്കെ പഠിച്ചോനറിയാം? പെലെ, മറഡോണ, സിദാൻ, റൊണാൾഡീഞ്ഞോ, സച്ചിൻ ടെണ്ടുൽക്കർ, പിന്നെ മെസ്സി. അവൻ പന്തുമായി ഗോൾ അടിക്കാൻ വരും. എന്തൊക്കെ വന്നാലും ഗോൾ അടിക്കാൻ സമ്മതിക്കരുത്. അതാണ് ഡിഫൻഡർ. ഓക്കേ?